നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം ഭാര്യയിൽ താല്പര്യമില്ലാത്ത ഭർത്താവിനെ എങ്ങനെ തിരികെ പിടിക്കാം, ദാമ്പത്യ ജീവിതം എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് നോക്കാം. അതിനുള്ള 6 ടിപ്സുകളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങളുടെ തെറ്റുകൊണ്ടാണോ ഭർത്താവ് ഇങ്ങനെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ താല്പര്യം കാണിക്കാത്തത് എന്നുള്ളത് ആ സംശയം അങ്ങ് ഒഴിവാക്കുക. അതായത്, എന്നെ കൊണ്ടായിരിക്കുമോ, എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുമോ ഭർത്താവ് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ചു പോകും. ആദ്യം തന്നെ അങ്ങനെയൊരു സെൽഫ് ഡൗട്ട് അത് പൂർണ്ണമായി ഒഴിവാക്കി കളയുക. നിങ്ങളെ കൊണ്ടല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മുഖ്യമായ ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടാകാം. അതായത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രവർത്തിക്കേണ്ട ഹോർമോൺസിൻ്റെ കുറവാവാം. ചിലപ്പോൾ പുരുഷനിലുള്ള ഞാൻ കൊള്ളില്ല എന്ന അതായത് സ്ത്രീയെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ള ആ ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാവാം. അല്ലെങ്കിൽ അവരിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് ഒക്കെ അനുഭവിക്കുന്നവർ ആവാം. അല്ലെങ്കിൽ നീല ചിത്രങ്ങൾ, അശ്ലീല വീഡിയോകൾ കൂടുതലായി കാണുന്നവരായിരിക്കാം. രണ്ടാമത്തെ കാര്യമാണ് ആശയവിനിമയം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തുക. പല ദാമ്പത്യത്തിലും ഭാര്യമാർ പറയുന്ന കാര്യമാണ് ഭർത്താക്കന്മാർ സംസാരിക്കാൻ നിൽക്കാറില്ല എന്ന കാര്യം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കും. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂന്നാമത്തെ കാര്യമാണ്, ഭർത്താവ് നല്ല സമാധാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ ഭർത്താവിനോട് തുറന്ന് സംസാരിക്കുക. ആശയവിനിമയം ദാമ്പത്യ ജീവിതത്തിൽ ശക്തിപ്പെടുത്തിയാൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തുറന്ന് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം എന്താണെന്ന് തുറന്ന് സംസാരിക്കാതെ ഈ ഒരു പ്രശ്നം അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അവസാനിക്കാൻ നിങ്ങളുടെ വിഷമം എന്താണെന്ന് നിങ്ങളുടെ ഭർത്താവിനോട് തുറന്ന് സംസാരിക്കുക. ഇതിൽ നാണിക്കേണ്ട കാര്യമില്ല. കാരണം കാലാകാലമായിട്ട് നമ്മുടെ ഭൂമിയിലുള്ള സംഗതി തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നാലാമത്തെ കാര്യമാണ്, തുറന്നു പറഞ്ഞതിന് ശേഷവും സമയം കൊടുക്കുക. ക്ഷമയോട് കൂടി കാത്തിരിക്കുക. അതായത്, നിങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ ഈ ഒരു കാര്യം തീർച്ചയായും ഉണ്ടാവും. കാരണം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മാനസികമായി വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയം നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആശയവിനിമയം ശക്തമാക്കാനുള്ള ടിപ്സ് ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. കാരണം അതാണ് നമ്മുടെ അടിസ്ഥാനം. അഞ്ചാമത്തെ കാര്യമാണ്, സെക്സിൽ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുരുഷന്മാരാണ് മുൻകൈ എടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് നിങ്ങൾ മുൻകൈ എടുക്കുക. പുരുഷന്റെ ഇഷ്ടം നോക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടം അടച്ചു മൂടിയിട്ടാവരുത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. സെക്സിനെ കുറിച്ചും പുരുഷന്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. പരസ്പരം ഒരു ബോണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ആറാമത്തെ കാര്യമാണ്, ഇതൊന്നും ചെയ്ത് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു തെറാപ്പിസ്റ്റിനെ കാണുക. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ, അങ്ങനെയുള്ള ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ അവരെ പോയി കാണുക. ഇതിനെക്കുറിച്ച് സംസാരിക്കുക. തീർച്ചയായും കാര്യങ്ങൾ തുടരുകയാണെങ്കിൽ
ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. പരസ്പരമുള്ള ആശയവിനിമയത്തിൻ്റെ കുറവ് മൂലം തന്നെയാണ് പല പ്രശ്നങ്ങളും ഇങ്ങനെ വലുതായി വരുന്നത്. അതുകൊണ്ട് ആശയവിനിമയം എപ്പോഴും ശക്തമായിരിക്കണം.